നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജോലി തേടുന്നവർക്ക് സുവർണാവസരം. കോളേജ് ഓഫ് കോമേഴ്സ് ലാംഗ്വേജ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഫ് കോമേഴ്സിൽ മെയ് 19 രാവിലെ 9 മണി മുതൽ ജപ്പാൻ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഈ അടുത്ത കാലത്ത് ജപ്പാനിലും ജർമ്മനിയിലും ഒക്കെ ഉള്ള തൊഴിൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുക, ജപ്പാൻ ഭാഷ പഠിപ്പിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കോളേജ് ഓഫ് കോമേഴ്സിനകത്ത് തന്നെ ലാംഗ്വേജ് അക്കാദമി സ്ഥാപിക്കുകയുണ്ടായി. അത് കോളേജ് ഓഫ് കോമേഴ്സിൻ്റെ ഒരു പാരലൽ വിങ്ങായി മിസ്റ്റർ തോമസും അതുപോലെ മിസ്റ്റർ സന്തോഷും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ തോമസ് അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്, സന്തോഷ് അതിൻ്റെ ഡയറക്ടറുമാണ്. അവർ രണ്ടുപേരുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വരുന്ന 19-ാം തീയതി ജപ്പാനിൽ നിന്ന് അവിടെയുള്ള എംപ്ലോയർ നേരിട്ട് വന്ന് കുട്ടികളുമായി സംവദിച്ചുകൊണ്ട് അവിടെയുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റും പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഒട്ടനവധി ഇനീഷ്യേറ്റീവ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് തൊഴിൽ നേടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, BTech, JDA, ANM, GNM, BSc നഴ്സിംഗ് കോഴ്സുകൾ കഴിഞ്ഞ 18 മുതൽ 27 വരെ പ്രായമുള്ള തൊഴിൽ അന്വേഷകർക്ക് പങ്കെടുക്കാം. 3 ജപ്പാൻ പ്രതിനിധികൾ തൊഴിൽ മേളയിൽ പങ്കെടുക്കും. ഇന്ത്യ ജപ്പാൻ സർക്കാരുകൾ തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സിനും 27 ഇടയിൽ യുവജനങ്ങൾക്ക് ജപ്പാൻ ഭാഷാ പ്രാവീണ്യം നേടിയാൽ ജപ്പാനിൽ മാസം 1 ലക്ഷം മുതൽ മുകളിലോട്ട് ശമ്പളം ലഭിക്കുന്ന അവസരങ്ങളുണ്ട്. ഏഷ്യൻ രാജ്യമായ ജപ്പാനിൽ വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളും കുറഞ്ഞു വരുന്ന ജനസംഖ്യാ നിരക്കുമാണ് ഇത്തരം തൊഴിൽ സാധ്യതകൾ മറ്റ് രാജ്യങ്ങൾക്കായി തുറന്നു കിട്ടുന്നതെന്ന് ലാംഗ്വേജ് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിനായി 82 81 76 95 55 94 46 35 31 55 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഓഫ് കോമേഴ്സ് ചെയർമാൻ C. അനിൽകുമാർ, ലാംഗ്വേജ് അക്കാദമി MD KM തോമസ്, ലാംഗ്വേജ് അക്കാദമി ഡയറക്ടർ TJ സന്തോഷ്, ലാംഗ്വേജ് അക്കാദമി ഓപ്പറേഷൻ മാനേജർ ലിജി ബിജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.